കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലൊരു വാർത്തയുണ്ടായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ മടക്കി പെട്ടിയിൽ വെച്ച് പൂട്ടി. കാരണം എന്താണെന്നറിയാമോ? മൊഴി കൊടുത്തവർ പലരും തെളിവ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. സ്വരാജ് ചോദിച്ചതുപോലെ മറിച്ചൊരു പ്രതികരണം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഹേമ കമ്മീഷൻ നിയമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സിനിമ ഉൾപ്പെടെയുള്ള തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി നിയമമുണ്ടാക്കുക എന്നതാണ്ടായിരുന്നു. അതിവിടെ സംഭവിച്ചോ? ഇല്ല. സംഭവിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അങ്ങനെ സ്ത്രീകളൊന്നും പീഡിപ്പിക്കപ്പെടാതെ ഇവിടെ ജീവിക്കാൻ ഒരു സർക്കാരിനും താല്പര്യമില്ല. പീഡിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും വലിയ താല്പര്യമില്ല. നിങ്ങൾ പത്രങ്ങളിൽ ഡെയിലി കാണും പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു, ജയിലിലായി എന്നൊക്കെ. അതൊക്കെ പാവപ്പെട്ടവരാണ്. പക്ഷേ ഇവിടുത്തെ സമ്പന്നരെ, രാഷ്ട്രീയക്കാരെ, സെലിബ്രിറ്റികളെ ഇവരാരെങ്കിലും പീഡന കേസിൽ ശിക്ഷാർഹരായി എന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏറ്റവും ധീരമായി പീഡനത്തിനെതിരെ പോരാടിയ കൊട്ടേഷൻ കേസിലെ സിനിമാതാരമായ സ്ത്രീക്ക് പോലും കേസ് ശരിയായ രീതിക്ക് പോകുന്നില്ല, അതിൽ ഗവൺമെൻറ്റിനെ വിശ്വാസമില്ലെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയേണ്ടി വന്ന സ്റ്റേറ്റാണിത്. ഇവിടെ ഒരിക്കലും ഇത്തരം കേസുകൾ ശിക്ഷിക്കപ്പെടുകയില്ല. മാത്രമല്ല, വളരെ ഉയർന്ന നിലയിലുള്ളവർ, സമ്പത്തുള്ളവർ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ഇത്തരം കേസിൽ പെട്ട അവർക്ക് ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങാനും കേസ് നീട്ടിക്കൊണ്ട് പോകാനും എല്ലാം ഉള്ള ഒത്തേശ ഇവിടുത്തെ അധികാരികൾ തന്നെ ചെയ്തു കൊടുത്തുള്ളൂ. അതുകൊണ്ട് സ്ത്രീ പീഡനവും സ്ത്രീ സ്വാതന്ത്ര്യവും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അവരുടെ കേവലം കപടത മാത്രമാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന ചോദ്യം സ്ത്രീപക്ഷവാദികളിൽ നിന്നും ഫെമിനിസ്റ്റുകളിൽ നിന്നും ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം പണ്ട് നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ചെയ്തതുപോലെ നേരെ പോവുക, ആര് പീഡിപ്പിക്കുന്നോ അവനുള്ള ശിക്ഷ അവിടെ തന്നെ കൊടുക്കുക. അതിൽ പരം ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ രക്ഷകർ നിങ്ങളാകുക എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിന് മറ്റൊരു പോംവഴിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?